ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജിഹി, നിന്റെ ഒരാട് അയാളുടെ 99 ചേർക്കണം എന്ന് പറഞ്ഞത് നിന്നോട് ചെയ്ത ദുൽമാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. وَإِنَّ كَثِيرًا مِنَ الْخُلَطَاءِ لَيَبْغِي بَعْضُهُمْ عَلَى بَعْضٍ إِلَّا الَّذِينَ آمَنُوا. കൂറായി കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഈ പറയുന്ന വിഷയമാണ് നമ്മുടെ വിഷയത്തിലേക്ക് ബാധിക്കുന്നത്. ഇവിടെ ഒരു വിഷയമുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം പരാതി പറഞ്ഞ ആളെ കേട്ടു. ആരെ പറ്റിയാണ് പരാതി പറഞ്ഞത്? ആ വിഷയം കേൾക്കാതെയാണ് വിധി പറഞ്ഞത്. അതുകൊണ്ട് അവിടെ തെറ്റുപറ്റിപ്പോയി എന്ന് ദാവൂദ് നബിക്ക് ബോധ്യപ്പെട്ടു. ഫഖറ റാകിഅൻ വഅനാബ്, അവിടെ കിടന്ന് സുജൂദിൽ കിടന്നുകൊണ്ട് ദാവൂദ് നബി അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു. മലക്കുകൾ പരീക്ഷിക്കാൻ വന്നതായിരുന്നു. ഒരു കേസായിട്ട് വരുമ്പോഴേ രണ്ടാളുടെയും സൈഡ് കേൾക്കണമെന്നാണ് വിധികർത്താവിന്റെ നിയമം. ഇത് ഒരാളെ പറഞ്ഞുള്ളൂ, എന്റെ ഒരാടവൻ ചോദിച്ചു, അത് അവൻ ചോദിച്ചിട്ടുണ്ടോ, അത് ശരി തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടത് ദാവൂദ് നബിയുടെ ബാധ്യതയായിരുന്നു. ദാവൂദ് നബി ഇത് ചെയ്യാൻ മറന്നുപോയി. പെട്ടെന്ന് അങ്ങോട്ട് വിധി പറഞ്ഞു, അത് തെറ്റാണല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ വിധി പറഞ്ഞത് തെറ്റായി പോയി എന്ന് അല്ലാഹു ദാവൂദ് നബിയെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഇവിടുത്തെ ചരിത്രം. പക്ഷെ ദാവൂദ് നബി ഒരു കാര്യം പറഞ്ഞു, وَإِنَّ كَثِيرًا مِنَ الْخُلَطَاءِ لَيَبْغِي بَعْضُهُمْ عَلَى بَعْضٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَقَلِيلٌ مَّا هُمْ. കൂട്ടുകച്ചവടം ചെയ്യുന്ന ആളുകൾ അവര് പരസ്പരം അനീതി ചെയ്യുന്നവരാണ്. ഒരാൾ മറ്റൊരാളിന്റെ ഹക്ക് എടുക്കുന്ന ആളുകളാണ്. ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മം ചെയ്യുകയും ഈമാൻ ഉണ്ടാവുകയും ചെയ്തവരൊഴികെ, വഖലീലും മാഹും. ഒരു പാർട്ണർ നാട്ടിൽ പോയാൽ കച്ചവടത്തിൽ വ്യത്യാസം വരും, ലാഭത്തിൽ വ്യത്യാസം വരും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കൂടെ കൂട്ടിയ ആളുകളെ ആ ബിസിനസ് ഒന്ന് മുന്നോട്ട് വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുടക്ക സമയത്ത് കൂടെ നിന്ന ആളുകളെ പിരിച്ചുവിടും. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്, എന്തിന് ആ മുഴുവൻ ലാഭവും എനിക്ക് വേണം, ഈ പാവങ്ങളുടെ ദുആ കൊണ്ടായിരിക്കും അത് കിട്ടിയത്. അല്ലെങ്കിൽ 5000-ഉം 10,000-ഉം ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ വീട്ടിലെ ഉമ്മമാർ, റബ്ബേ എൻ്റെ കുട്ടി ഒരു കച്ചവടത്തിൽ കൂറുകൂടിയിട്ടുണ്ട്, ബറക്കത്ത് കൊടുക്കണേ എന്ന് ആ ഉമ്മ ദുആ ചെയ്തതാവും ഇവന് കച്ചവടം വർദ്ധിക്കാൻ കാരണം. അപ്പൊ അതിന്റെ മെയിൻ ഷെയർ ഹോൾഡർമാര് താഴെയുള്ള ആളുകളെ നിസ്സാര കാരണം പറഞ്ഞ് പുറത്തേക്കാക്കുന്ന പ്രവണത. ഈമാനുള്ളവരും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും വഖലീലും മാഹും, അവര് കുറച്ചല്ലേ ഉള്ളൂ, അവര് കുറച്ചു പേരെ അങ്ങനെ കാണൂ. അല്ലാത്തവർ മുഴുവനും പാർട്ട്ണർഷിപ്പിൽ പരസ്പരം ദുൽമ ചെയ്യുന്നുണ്ട് എന്ന് നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب. അതുകൊണ്ട് കച്ചവടങ്ങളിൽ പാർട്ട്ണർഷിപ്പിൽ ദുൽമുണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മരത്തിന്റെ വിഷയത്തിൽ, ഒരു മരം മുറിച്ചു മാറ്റുന്നിടത്ത് ദുൽമ വരുന്നത് നബി തങ്ങൾ പറഞ്ഞത് അത്ഭുതകരമാണ്. ഒരു മരം ജനങ്ങൾക്ക് തണൽ കൊടുക്കുന്ന മരം, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ ആളുകൾ അങ്ങനെ അതിന്റെ ചോട്ടിൽ വന്നിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തണൽ നൽകുന്ന ഒരു മരം വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, അവരുടെ തല അല്ലാഹു നരകത്തിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖതഅ സിദ്റതൻ, ഒരു സിദ്റ മരം ആരെങ്കിലും മുറിച്ചാൽ, സിദ്റ എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന കള്ളിച്ചെടിയാണ്. മരുഭൂമിയിലെ ആ മരത്തിന്റെ തണലേ കാണൂ, ബാക്കിയൊക്കെ ഒഴിഞ്ഞു കിടക്കല്ലേ. ആ മുൾച്ചെടിയാണെങ്കിലോ ഒരൽപ്പം ഇലകളുള്ള ഹൈറ്റ് കുറഞ്ഞ മരമാണ് ഈ സിദ്റ. ആ സിദ്റ മരത്തിന്റെ താഴെ എന്തെങ്കിലും കൈവച്ചോ ഒരു മുണ്ട് വെച്ചോ തലചായ്ക്കുന്ന ഒരു വിശ്രമമാണ് പഴയകാലത്തെ കച്ചവടക്കാർക്കുണ്ടാവുക. ആ ഒരു വിശ്രമത്തിലിരിക്കുന്ന മരം ആരെങ്കിലും അന്യായമായി മുറിച്ചു മാറ്റിയാൽ, നോക്കണം,
തണൽ നൽകുന്ന ഒരു മരം മുറിച്ചു മാറ്റരുത് എന്ന് പുണ്യനബി തങ്ങൾ പറയാം. ഇതൊരു റോഡിന്റെ വികസനത്തിനോ മറ്റോ ഉള്ളതല്ല. വഴിയിൽ തടസ്സമാകുന്നത് മുറിച്ചു മാറ്റൽ സുന്നത്താണ്. അത് വേറെയും മനസ്സിലാക്കണം. വഴിയിൽ തടസ്സമാകുന്ന ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുത്തു. എങ്ങനെ? വഴിയുടെ നടുവിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു മരം അയാൾ മുറിച്ചു മാറ്റിയപ്പോ അതിന്റെ വിഷയത്തിൽ സ്വർഗത്തിൽ കടന്നുവെന്ന ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അങ്ങനെ ഒരു ഉപദ്രവമില്ല, ഉപകാരം മാത്രമുള്ള ഒരു സ്ഥലത്ത് ആ മരം ഒരാൾ മുറിച്ചു മാറ്റിയാൽ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, നരകത്തിലേക്ക് അല്ലാഹു അവരുടെ തല വെച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിദ്ധാരണകൾ കാരണം, ഞാൻ അവസാനിപ്പിക്കാം, തെറ്റിദ്ധാരണകൾ കാരണം ദുൽമ വരുന്ന ഒരു സംഭവമുണ്ട് തങ്ങളുടെ കാലത്ത് സംഭവിച്ചത്. തെറ്റിദ്ധാരണയായിരുന്ന വിഷയം അത് ഇന്നുമുണ്ട്. ആളുകളുടെ ധാരണ വെച്ചിട്ട് അങ്ങോട്ട് എഴുതി വിടും, ആളുകളുടെ ധാരണ വെച്ചിട്ട് അങ്ങോട്ട് പറയും, കമന്റ് ചെയ്യും. ഒരുപക്ഷെ ആ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ചില ആമിലുകളെ, സകാത്തിന്റെ ഒഫീഷ്യലുകളെ. അവര് സകാത്ത് പിരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു. നബി തങ്ങൾ ചോദിച്ചു, സകാത്ത് എന്തായി? നബിയെ, എല്ലാവരും തന്നു, 3 പേര് തന്നില്ല. മനഅ ഇബ്നു ജമീലിൻ വഖാലിദ് ബിൻ വലീദ് വഅബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഈ 3 പേരും സകാത്ത് നൽകിയില്ല നബിയെ എന്ന് പുണ്യ നബിയോട് പരാതി പറഞ്ഞു. സകാത്ത് വാങ്ങിക്കാൻ പോയ ആള് ആരാണ് തരാത്തത്? ഒന്ന് ഇബ്നു ജമീൽ, മറ്റൊന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. എങ്ങനെ സകാത്ത് കൊടുക്കാതിരിക്കാനാ? തെറ്റിദ്ധാരണയായിരുന്നു. പിന്നെ നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഇവര് സകാത്ത് നൽകിയില്ല എന്ന് നബി തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യൻഖിമു ഇബ്നു ജമീൽ ഇല്ലാ അന്നഹു കാന ഫഖീറൻ ഫഅഗ്നാഹു അല്ലാഹു വറസൂലുഹു. നോക്കണം, പുണ്യ നബിയുടെ ഈ വാക്കൊരു അത്ഭുതമുള്ള വാക്കാണ്. ഇബ്നു ജമീൽ അയാൾ കൊടുക്കാതിരുന്നത് തന്നെയാണ്, അത് സത്യമായിരുന്നു. ഇബ്നു ജമീലിന് എന്ത് കുറവാണുണ്ടായിരുന്നത്? ഇല്ല അന്നഹു കാന ഫഖീറാ, മിസ്കീനായിരുന്നു, ഫഖീറായിരുന്നു. ഫഅഗ്നാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലുമല്ലയോ അയാൾക്ക് ഐശ്വര്യം ഉണ്ടാക്കി കൊടുത്തത്. നോക്കണം, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ദുആ കൊണ്ടാണ് ഇബ്നു ജമീലിന്റെ പണമുണ്ടായത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലുമല്ലയോ, അല്ലാഹുവും റസൂലുമല്ലയോ അവന് ഐശ്വര്യം ഉണ്ടാവാൻ നിമിത്തമായത്. എന്നിട്ട് എന്തേ അവൻ കൊടുക്കാതിരുന്നത്? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വഅമ്മാ ഖാലിദുൻ ഫഇന്നകും തദ്ലിമൂന ഖാലിദാ. ഖാലിദ് എന്നവർ, നിങ്ങൾ ഖാലിദ് എന്നവരെ ദുൽമ ചെയ്യുകയാണല്ലോ. ഖാലിദ് എന്നവരെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയുകയാണോ? ഖദ് ഇഹ്തബസ അദ്റാഅഹു വഅതദഹു ഫീ സബീലില്ലാഹ്. ഖാലിദ് എന്നവർക്ക് സകാത്ത് നൽകാൻ എന്താണ് ഇനി ബാക്കിയുള്ളത്? ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിലായിരുന്നു. പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് നഷ്ടമാവാൻ കാരണം ഖാലിദ് തങ്ങളുടെ വരവാണ്. അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താണ്. പക്ഷെ അതിനൊക്കെ ഖാലിദ് എന്നവർ പകരം ചെയ്തു. അതിനൊക്കെ പകരം ചെയ്തു, എല്ലാറ്റിനും പ്രായശ്ചിത്തം ചെയ്തു. ഖാലിദ് എന്നവർ കാരണം ഉണ്ടായ നഷ്ടത്തിന് 10 മടങ്ങ് ലാഭം. മഹാനവറുകളുടെ യുദ്ധങ്ങളിലൊക്കെ ഖാലിദ് എന്നവർ പടവെട്ടി ജയിക്കുകയുണ്ടായി. എന്നിട്ട് മഹാനായ ഖാലിദ് എന്നവർ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, എന്റെ കയ്യിലുള്ള എന്റെ പടയങ്കി, എന്റെ വാള്, എന്റെ ആയുധങ്ങൾ, യുദ്ധത്തിന് ഉപയോഗിക്കുന്നതെല്ലാം നബിയെ അള്ളാഹുവിന് വഖഫ് ചെയ്തിരിക്കുകയാണ് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഖാലിദ് എല്ലാം വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എവിടെന്നാണ് ഖാലിദിന് സകാത്ത് കൊടുക്കാൻ പണമുണ്ടാവുക? സകാത്ത് നൽകണമെങ്കിൽ സ്വന്തം സാധനാവണ്ടേ? ഖാലിദ് എന്നവരുടെ എല്ലാം അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഖഫ് വല്ലാതെ കൂലിയുള്ള ഒരു കാര്യമാണ്.
നിങ്ങൾക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വഖഫ് ചെയ്യാം. മസ്ജിദിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വഖഫ് ചെയ്യാം. ഇത് വലിയ കൂലിയുള്ള കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ പണ്ട് ചെയ്ത വഖഫുകളാണ് നമ്മുടെ പള്ളിക്കാടുകൾ, മരിച്ചുപോയ കിടക്കുന്ന സ്ഥലങ്ങൾ ആരൊക്കെയോ വഖഫ് ചെയ്തതാണ്, അല്ലേ? ഇന്ന് ആരാ വഖഫ് ചെയ്യുന്നത്? വഖഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? വഖഫ് ബോർഡ് നിങ്ങൾ കേൾക്കുക എന്നല്ലാണ്ട് നമ്മൾ വഖഫ് ചെയ്യാറുണ്ടോ? വഖഫ് അള്ളാഹുവിന് ചെയ്യുന്ന വലിയൊരു ഇബാദത്താണ്, വലിയ കൂലിയുള്ള ജാരിയായ സദഖയാണ്. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു അത്തരം ഐശ്വര്യവും നിഅമത്തും അള്ളാഹു നമുക്ക് തരട്ടെ. ഖാലിദ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്. സ്വഹാബികളെ, എൻ്റെ ഖാലിദിനെ പറ്റി നിങ്ങൾ മോശം പറയരുത്, നിങ്ങൾ ഖാലിദിനോട് ദുൽമ് ചെയ്യരുത് റളിയല്ലാഹു അൻഹു എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖാലിദ് എന്നവരെ സക്കാത്ത് കൊടുത്തില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന ആള് അയാൾ ഒന്നും ചെയ്യാറില്ല, ഒന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അത് ദുൽമാണ്. അത് പറയരുത്. അവര് കൊടുക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കറിയുന്നതായിരിക്കില്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ കാണും. അല്ലാഹുവേ, നീ ഖൈർ ചെയ്യണേ തമ്പുരാനെ. നമ്മുടെ ഇസ്സുദ്ദീൻ ഹാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പോയി നോക്കാത്ത ഏതോ ഒരു നാട്ടിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വർഷങ്ങളായി ഭംഗിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ സന്തോഷം അറിയിക്കാം. അദ്ദേഹം പോയി കണ്ടിട്ട് പോലുമില്ല, പക്ഷെ വർഷങ്ങളായി ആ സ്ഥാപനം അവിടെ നടക്കുകയും നമ്മുടെ നാട്ടിലൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ കൂലി അള്ളാഹു നൽകട്ടെ, അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ ആളുകൾ ദീനിന് വേണ്ടി അവനവന് അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഇത് നമ്മൾ കേൾക്കാന്നല്ല, നമുക്കും കൊടുക്കാൻ ഒരു പ്രചോദനമാകണം. നമുക്കും അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യാൻ, പടച്ചവന് വേണ്ടി റബ്ബേ ഒരു അരസന്റെ ഭൂമിയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റണം എന്ന തോന്നലുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഖാലിദ് എന്നവരെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. തെറ്റിദ്ധാരണ ദുൽമാണ്. പിന്നെ സകാത്ത് തന്നില്ല എന്ന് പറയുന്നതിൽ മൂന്നാമത്തെ പേരാരാ? ഹബീബിന്റെ എളാപ്പയാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സകാത്ത് 2 വർഷത്തെ സകാത്ത് അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. തങ്ങൾ പറയാ, 2 വർഷത്തെ സകാത്ത് അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ദീനിന് പൈസയുടെ ആവശ്യം വന്നപ്പോ അബ്ബാസ് എന്നവരോട് സക്കാത്ത് മുൻകൂറായി വാങ്ങിയിട്ടുണ്ട്, 2 കൊല്ലത്തേത്. പിന്നെ എങ്ങനെ ഈ കൊല്ലത്തെ സക്കാത്ത് അബ്ബാസ് എന്നവർ തരിക? അതുകൊണ്ട് അവര് തന്നില്ല എന്ന് നിങ്ങൾ ആരെപ്പറ്റിയും പരാതി പറയരുത്. അവർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരിക്കില്ല, അവർ വേറെ പലയിടത്തും കൊടുക്കുന്നു കാണും. അതുകൊണ്ട് അറിയാത്തത് തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതും ദുൽമാണ്, അതിക്രമമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുൽമു ദുലുമാതുൻ യൗമൽ ഖിയാമ. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ് ഈ മഹാന്മാരായ 3 പേരെ കുറിച്ചുമുള്ള ഈ സംഭവം. ഇബ്നു ജമീൽ മാത്രമാണ് അതിൽ കുറ്റക്കാരൻ. അദ്ദേഹം പൈസ ഉണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാത്ത ആളാണ്. പുണ്യ നബി ഞങ്ങൾ ആ പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. ഇബ്നു ജമീലിന് അല്ലാഹും റസൂലുമല്ലയോ ഐശ്വര്യം കൊടുത്തത്, എന്നിട്ട് എന്തേ അവൻ സക്കാത്ത് തരാതിരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഖാലിദും എൻ്റെ അബ്ബാസ് തങ്ങളും റളിയല്ലാഹു അൻഹുമാ അവര് നിരപരാധികളാണ്. ഖാലിദ് എന്നവര് എല്ലാം വഖഫ് ചെയ്തു, പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കാനൊന്നുമില്ല. അബ്ബാസ് എന്നവര് 2 കൊല്ലത്തെ സക്കാത്ത് അഡ്വാൻസ് കൊടുത്തു, വരാൻ പോകുന്ന 2 കൊല്ലത്തേത്. അതുകൊണ്ട് അബ്ബാസ് എന്നവർ തന്നില്ലെന്ന് പറയുന്നതും ഒരു കുഴപ്പമില്ല. മഹാനവറുകൾ അതിലൊക്കെ നിരപരാധിയാണ്. എൻ്റെ ഖാലിദ് എന്നവരും നിരപരാധിയാണ്. വലാകിൻ തദ്ലിമൂന ഖാലിദ, എൻ്റെ ഖാലിദിനോട് നിങ്ങൾ ദുൽമ കാണിച്ചല്ലേ. ഇങ്ങനെ ദീനിന് വേണ്ടി പടപൊരുതുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ സക്കാത്ത് തരാത്ത ആളാണെന്നൊക്കെ പരസ്യമായി പറയുമ്പോൾ ആ മനുഷ്യനെ അപമാനിക്കലല്ലേ, അത് ദുൽമാണ്. ഇത് സമൂഹത്തിനൊരു മാതൃകയാണ്. നമ്മുടെ നാവുകളിലും നമ്മുടെ ചർച്ചകളിലും ആരെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാതെ മനസ്സിലാക്കാതെ പറഞ്ഞു പോകുന്നത് ദുൽമായിരിക്കും. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുന്ന വലിയ ഘനീഭവിച്ച ഇരുട്ടുകളായി മാറാനിടയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയാൻ. അക്രം സാഹിബിന് അദ്ദേഹം നാളെ അർജന്റായിട്ട് യാത്ര പോകാനുള്ളത് അറിയിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ
ചർച്ച ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സമയം 12 മണിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ. ഇവിടെ ദുആ വസിയത്തുകളുണ്ട്. ഒന്ന് നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ നേരത്തെ ബഹുമാനപ്പെട്ട സിസാലുൽ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിന് വേണ്ടി റഷീദ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു മോതിരം അൽഹംദുലില്ലാഹ് ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൻ്റെ നടുവിലത്തെ ബ്ലോക്ക് ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഹാജി അത് മുമ്പ് ഏറ്റെടുത്തതാണ്. ഇതൊന്നും കൂടി അദ്ദേഹം ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരാമെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റ് കഴിയുന്ന ആളുകളൊക്കെ 1 സ്ക്വയർ ഫീറ്റോ 2 സ്ക്വയർ ഫീറ്റോ നിങ്ങൾ കഴിയുന്ന വിധത്തിൽ അത് ഏറ്റെടുക്കണം. ബഹുമാനപ്പെട്ട കടമ്പാർ അബ്ദുറഹ്മാൻ ഹാജി 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തതായി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ മക്ക കമ്മിറ്റി അൽഹംദുലില്ലാഹ് 10,000 രൂപ ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ പരിശുദ്ധ മദീന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി പേരാൾ കണ്ണൂരിൻ്റെ ഭാര്യ പിതാവ് അറ്റാക്കായി ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബദിയാനഗർ ജമാഅത്തിൻ്റെ വകയാണ് നാളത്തെ ഇത്തിസാലിൻ്റെ ഭക്ഷണം, അവർക്കും. അതുപോലെ മൈമുനഗർ ശാഖ SKSF, അതേപോലെ നേരത്തെ പഞ്ചസാര ചലഞ്ച് ഏറ്റെടുത്ത കുംബ്ല സോൺ SKSF, അസാഫീസ് അസോസിയേഷൻ, അതേപോലെ ഉസ്താദിൻ്റെ പേരാൽ ഉസ്താദ് ശിഷ്യന്മാർ വക നാളെ സർബത്ത് മറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ കോട്ട ജമാഅത്ത് സാധാരണ അവർ ഇറച്ചി നമുക്ക് തരാറുണ്ട് നാട്ടക്കൽ. അതേപോലെ SKSF സീതാങ്കൊള്ളി ശാഖ ഇന്നലെ അരി എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് ആളുകൾ ഇവിടെ പല വിധത്തിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെയും വേണ്ടി ഇവിടെ ദുആ ചെയ്യും. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ്. അതേപോലെ ബഹുമാനപ്പെട്ട എതിർത്തോട് അബ്ദുള്ള കുഞ്ഞി ഹാജി അദ്ദേഹം നമ്മുടെ വാഹന പ്രചരണ ജാഥയുടെ ആ ചെലവ് അദ്ദേഹം ഏറ്റെടുക്കുകയും അതിന് പുറമെ 2.5 കിൻഡൽ അരി ഇന്നലത്തെ മജ്‌ലിസ് സുന്നൂറിന് അദ്ദേഹമാണ് വാഗ്ദാനം ചെയ്തത്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെയും വേണ്ടി ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബ്ദുള്ള കുഞ്ഞി അവറുകൾ സെക്കൻഡ് ഫ്ലോറിലെ ഒരു റൂം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ മുകളിലെ ബ്ലോക്കിലെ ഒരു റൂം യൂസുഫ് ഹാജി ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതേപോലെ മറ്റൊരു റൂം 400 സ്ക്വയർ ഫീറ്റ് കുയ്ത്തൽ അബ്ദുൽ ഖാദർ ഹാജി അവരും ഏറ്റെടുത്തതാണ്. മുമ്പ് അവർ ഇവിടെ വരികയും ആ കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തതുമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നമ്മളെ ആ ഫ്ലോറിൻ്റെ റൂമുകളൊക്കെ ഓരോരുത്തരും കഴിയുന്ന രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ സംവിധാനത്തെ പൂർണ്ണമായി സഹകരിക്കണം. കാരണം നമ്മുടെ ഈ പരിപാടിയിൽ ആളുകളെ ഇങ്ങനെ പറയിപ്പിച്ച് ഒരു പിഴിയുന്ന ഒരു രൂപമില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ പഠനാർഹമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെയും കേട്ടത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥികളായി എത്തിയ നമ്മുടെ അക്രം ഷെയ്ഖ് അവറുകളും അതേപോലെ അവരുടെ കൂടെയുള്ള പ്രിയപ്പെട്ട UH ഇബ്രാഹിം സാഹിബൊക്കെ CH ഇബ്രാഹിം സാഹിബ് അവർ ബന്ധുക്കളാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവും. നമ്മുടെ CH ഇബ്രാഹിം സാഹിബ് എന്ന് പറയുന്നവർ ബിസിനസ് മേഖലയിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുകയും അൽഹംദുലില്ലാഹ് ഇന്ന് മംഗലാപുരത്തും ബംഗളൂരും വിവിധ രാജ്യങ്ങളിലൊക്കെ വളരെ നല്ല ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിത്വങ്ങളാണ്. അവരൊക്കെ ഈ പാതിരാത്രി വരെയും നമ്മുടെ ഈ ദീനീ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഇങ്ങനെ നിന്ന് സഹകരിക്കുന്നു എന്ന് പറയുന്നത് ദീനിനോടുള്ള അവരുടെ മഹബത്താണ്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ച ആളുകളുണ്ട്. നീണ്ട ലിസ്റ്റ് തന്നെ ഇവിടെ തന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ഓരോരുത്തരുടെയും പേര് നമ്മൾ ഇവിടെ വായിച്ച് സമയം കളയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളെയും അള്ളാഹു അറിയുന്നവനാണ്. അവരവരുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുക. ഇൻഷാ അല്ലാഹ് ഈ പാതിരാ സമയത്തുള്ള പ്രാർത്ഥന
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. സുബൈർ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ച ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചിറുണിക്ക് വേണ്ടിയും അതല്ലാതെയും ഓരോ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് അവറുകൾ ഇവിടെ പറഞ്ഞതുപോലെ 17 ലക്ഷവും 18 ലക്ഷവും ഓരോ മാസത്തിൽ ഇവിടെ ചെലവ് വരുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോകുന്നത് നല്ലവരായ നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ്. ഇവിടെ കഴിഞ്ഞ മാസത്തിൻ്റെ ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ പറയാതെ പറയുകയാണ് അതിൻ്റെ മുമ്പത്തെ ശമ്പളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്ഥാപനത്തെ ഇതിനേക്കാൾ എത്രയോ ഉന്നതമായ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു എല്ലാ സഹായവും നൽകട്ടെ. അതേപോലെ വളരെ സന്തോഷകരമായൊരു വാർത്ത പറയാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒക്കെ അതിൻ്റെ 10% ബഹുമാനപ്പെട്ട സ്പീക്കർ അബ്ദുള്ള കുഞ്ഞി ഹാജി നമ്മുടെ സ്ഥാപനവുമായി വളരെയധികം ഹൃദയബന്ധമുള്ള ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു ആത്മീയ സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം സെക്കൻഡ് ഫ്ലോറിനും അതേപോലെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ 10% അദ്ദേഹം തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. Bismillahirrahmanirrahim. Mr. Izzuddin, thank you very much for giving me this opportunity. As we have discussed regarding the mosque for the girls, we will do it out. And thanks for giving me this opportunity. Mr. Haq, I was really impressed by your speech, though I couldn't understand your language, but the way the people were anxiously waiting for you to listen your voice, it has really impressed me. Allah give you long life, good health. Ameen. പ്രിയമുള്ളവരെ, പുറത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും ഇതിനകത്ത് ഒരുപാട് കസേരകൾ ഒഴിവുണ്ട്. എല്ലാവരും കയറിയിരിക്കുക. ഇവിടെ ദുആ കഴിഞ്ഞാൽ ഉടനെ മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ പേരിലുള്ള തബറുക്ക് വിതരണമുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിടത്ത് ഒതുങ്ങിയാലാണ് നൽകാൻ ഏറ്റവും സുഖകരമാണ്. എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളൊക്കെ ഫില്ല് ചെയ്ത് പുറത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും അകത്തേക്ക് വരണം. അതേപോലെ തന്നെ സ്ത്രീകളും പുറത്തൊരുപാട് കസേരയൊക്കെ വിട്ടിട്ടുണ്ട്. അകത്ത് ധാരാളം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുന്നു. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി വളരെ മനോഹരമായി ഭംഗിയായ നിലയ്ക്ക് ഒരൊറ്റ വിഷയം ദുൽമ് എന്നതിനെക്കുറിച്ച് തുടങ്ങി വെച്ച ആയത്ത് അവസാനം അത് വളരെ ഭംഗിയായി വിശദീകരിച്ചു. ആ വിഷയം 2 മണിക്കൂറിലധികം നിങ്ങളുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ടാണ് അത് വിശദീകരിച്ചത്. അതോടുകൂടെ തന്നെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയം ഒക്കെ പറഞ്ഞു, വഖഫിൻ്റെ വിഷയം കൂടി പറഞ്ഞു. നമ്മുടെ ദീനുൽ ഇസ്ലാം, നമ്മുടെ പള്ളികൾ, മദ്രസകൾ, അറബിക് കോളേജുകൾ, യതീംഖാനകളൊക്കെ പണ്ട് കാലങ്ങളിൽ നിലനിന്നതൊക്കെ ഇങ്ങനെ വഖഫ് ചെയ്തത് കൊണ്ടാണ്. നിങ്ങളൊക്കെ അറേബ്യൻ നാടുകളിൽ നടന്നു പോയപ്പോൾ കണ്ടവരായിരിക്കും വലിയ അറബികളൊക്കെ വഖഫ് ചെയ്ത് ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഇപ്പോൾ നമുക്കാവേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ 2ാം ഫ്ലോറ് ആ തട്ടിലേക്ക് അതിന് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്ത് തരണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ഹാജി 5 റൂം മൂപ്പർ ഏറ്റെടുത്തു. ഒരു റൂമിന് 5 ലക്ഷം ഉറുപ്പികൻ്റെ പോലെയാണ്. നമ്മുടെ അബ്ദുള്ള കുഞ്ഞി ഹാജി എതിർത്തോട് ഒരു റൂം ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാറ്റിനും എപ്പോഴും സഹായിക്കുന്ന സ്പീക്കർ അബ്ദുള്ള കുഞ്ഞി ഹാജി താഴെ അതിൻ്റെ ഫ്ലോറിനും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇതിനും 10% മുകളിലേക്കും അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദിനോട് പണ്ട് അദ്ദേഹം ഖാസിം ഉസ്താദിനോട് പറഞ്ഞതാണ്. നിങ്ങൾ ആരെങ്കിലും
എത്ര ഒരു സ്ക്വയർ ഫീറ്റ്? 1500 ഒരു സ്ക്വയർ ഫീറ്റ്. നിങ്ങൾക്ക് കഴിയുന്നത് പറഞ്ഞാൽ. ദീന് നിലനിൽക്കണമെങ്കിൽ അങ്ങനെയാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് സഹകരിച്ചാൽ അത് നിലനിൽക്കും. ഒരു സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ്, 10 ഇങ്ങനെയൊക്കെ തരുന്നവരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ദുആ ചെയ്തിട്ട് പിരിയാം. വളരെ അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നിങ്ങളാരും പറയുന്നില്ല. നിങ്ങളുടെ പേര് മാഷാ അല്ലാഹ്, അള്ളാഹു ഖൈറിലും ബർക്കത്തിലും ആക്കട്ടെ. മായിപ്പാടി ഇബ്രാഹിം 5 സ്ക്വയർ ഫീറ്റ് അല്ലേ? പള്ളി പ്രസിഡന്റ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗത്തിന്റെ സ്ഥലം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾക്ക് അല്ലാഹു വീതിച്ചു കൊടുക്കട്ടെ. നിങ്ങളൊക്കെ പറയും, ഞാനൊരു 5 സ്ക്വയർ ഫീറ്റ് എൻ്റെ മരിച്ചുപോയ വാപ്പാൻ്റെയും ഉമ്മാൻ്റെ പേരിൽ 5 സ്ക്വയർ ഫീറ്റ് എൻ്റെ വകയാണ്. അല്ലാഹു തആല അവരുടെ ഖബറുകളിലേക്ക്, റൂഹുകളിലേക്ക് അതിൻ്റെ സവാബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മൊയ്തുച്ച 5 സ്ക്വയർ ഫീറ്റ് റഹ്മാനായ അല്ലാഹ് അദ്ദേഹത്തിനും മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, കുടുംബങ്ങൾക്ക് സ്വർഗത്തിൽ നീ വിശാലമായ സ്ഥലം നൽകണേ അല്ലാഹ്. ഇന്നലെ സക്കരിയ 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പിന്നെ സിംസാറുൽ ഹഖ് ഉസ്താദ് പറയുവത്തില്ല, പൈസ പിരിക്കില്ല. പണ്ടേ ഞങ്ങൾ പറയാറുണ്ട്, മൂപ്പർ നല്ല വയല് പറയും, അതിൻ്റെ മഹത്വം പറയും. അങ്ങനെ പിരിക്കാൻ ഉണ്ടാവില്ല. ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, 500-നേക്കാൾ കുറയാതെ എല്ലാവരും കൊടുക്കണം. ഇപ്പം 500 അല്ല, 5 ലക്ഷം എന്ന് പറയേണ്ട കാലം. പക്ഷെ അങ്ങനെ പറയും മൂപ്പർ, അങ്ങനെ കൂടുതലൊന്നും പറയൂല. അപ്പോൾ അങ്ങനെ പൈസ പിരിക്കുന്ന ഒരാളല്ല മൂപ്പർ. ഇങ്ങനെ വയല് ഇത്രയും പറയും. ഇന്നിപ്പോൾ സ്ത്രീകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട വയലാണ് സിംസാറുൽ ഹഖ് ഹുദവിൻ്റെ. ബുദ്ധിജീവികൾക്കൊക്കെ ചിന്തിക്കാനുള്ള ചിന്താർഹവും പഠനാർഹവുമായ വയലാണ്. അതുകൊണ്ട് ധാരാളം സ്ത്രീകൾ ഇവിടെ വന്നുകൂടിയിട്ടുണ്ട്. ഇന്ന് വളരെ വിദൂരത്തിൽ നിന്ന് വന്നവരുണ്ട്. 10 സ്ക്വയർ ഫീറ്റ് നമ്മുടെ സക്കരിയ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, കുടുംബങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സ്ഥലത്തിൽ നിന്ന് ആ വിശാലമായ സ്ഥലം അതിൽ നിന്ന് വീതിച്ച് കൊടുക്കണേ റബ്ബേ. പുണ്യനബിൻ്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം പെട്ടെന്ന് ദ്വാരുന്നിട്ട്. ഇപ്പം നിങ്ങളൊക്കെ ഉണ്ട്, ഇനിയൊരു അവസരം അങ്ങനെ കിട്ടൂല നമുക്ക്. നിങ്ങളെ കഴിയുന്നത് സാധിക്കുന്ന 1 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഒരു റൂം എടുക്കാൻ കഴിയുന്ന ആൾ അങ്ങനെ. സിംസാറുൽ ഹഖ് ഉസ്താദിനൊക്കെ പോകാനുണ്ട്. നാളെ മലപ്പുറത്ത് വയലാണ്. അപ്പോൾ മൊളിയെടുക്കും ഹുസൈനാജി 5 സ്ക്വയർ ഫീറ്റ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പുണ്യനബിയെ കിനാവിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്നുള്ള വിശാലമായ സ്ഥലം അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് നീ വീതിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ 1 സ്ക്വയർ ഫീറ്റിന് അല്ലാഹു തആല 1000കണക്കിലുള്ള സ്ക്വയർ ഫീറ്റുകൾ സ്വർഗത്തിൽ അല്ലാഹു നൽകും, യാതൊരു സംശയവുമില്ല. നമ്മുടെ അബ്ദുള്ള കുഞ്ഞി ഹാജി എതിർത്തോടത് മരിച്ചുപോയ വാപ്പാന്റെ പേരിലാണ്. ഖാസിം ഉസ്താദിന് വലിയ സ്നേഹത്തിന്റെ ആള്. റബ്ബേ അദ്ദേഹത്തിന്റെ റൂഹിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്.
നമ്മുടെ കുഞ്ഞിപ്പ ഹാജി റബ്ബേ നമുക്കിത് കുറെ സ്ഥലം തന്നാള് എപ്പോഴും ഞങ്ങളൊക്കെ പോയാൽ നിങ്ങൾ പ്രവർത്തനം ഒന്നും പോരാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നല്ലോണം പ്രചോദനം നൽകുന്ന ആള്. പ്രായാധിക്യ കാലത്ത് അദ്ദേഹം മുംബൈയിൽ തന്നെ ഒരു ഡബ്ബയും വെച്ചിട്ട് 77,000 ഉറുപ്പിക ഞാൻ കൊണ്ടുവന്ന് കയ്യിൽ തന്നു. ഒരു ആവേശം നോക്കണം, ഒരു സ്ഥാപനത്തിനോടുള്ള ആ സ്നേഹം, ബന്ധം, ദീനിനോടുള്ള ബന്ധം. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ കാതും മൂക്കും കയ്യും കാലും ദീനിനെ പണയം വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കാൻ സാധിക്കണം. റബ്ബേ, മരിച്ചുപോയ മകന്റെ പേരിൽ 25 സ്ക്വയർ ഫീറ്റ് തന്ന ആ മഹാൻ കുഞ്ഞിപ്പ ഹാജിന്റെ മകന്റെ റൂഹിലേക്ക് ഇതിന്റെ സവാബനെ എത്തിച്ച് കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിനും ഭാര്യ മക്കളെ കുടുംബങ്ങളെ കൊടുത്തണേ അല്ലാഹ്. അബ്ബാസ് മൊഴിയെടുക്കാൻ മരിച്ചു പോയ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ 5 സ്ക്വയർ ഫീറ്റ് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ റോഹകളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ച് കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ സ്ഥലം ആ കൊടുത്ത മകനിക്കും കുടുംബത്തിന് വീതിച്ച് കൊടുക്കണേ അല്ലാഹ്. ആ സിംസാറുൽ ഹഖ് ഹുദവി 15 സെന്റ് 15 സ്ക്വയർ ഫീറ്റ്. മാഷാ അല്ലാഹ്. ഏതായാലും ഇങ്ങനെ അത് നമുക്കൊക്കെ പഠിക്കാനുള്ളതാണ്. പറയുന്ന ആളിങ്ങനെ കൊടുക്കുമ്പോഴേക്ക് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ കൊല്ലം ഒരാട് പറഞ്ഞ്, ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരാട്. അപ്പോൾ അത് ഞങ്ങൾ ഒരു പറയുമ്പോഴേക്ക് അങ്ങനെ ഞങ്ങൾക്ക് സാധിക്കുന്ന കൊടുത്താൽ അത് ഞങ്ങൾ പറയുന്ന ആളിങ്ങനെ അതൊരു ജനങ്ങൾക്കൊരു പ്രചോദനമാവും. റബ്ബേ, നീ അദ്ദേഹത്തിന് നീണ്ട വർഷകാലം ഇതേ ശൈലിയിൽ, ഇതേ മാധുര്യമുള്ള ശൈലിയിൽ വേല പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ഹിമ്മത്തും മനക്കരുത്തും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിനും മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബങ്ങൾക്ക് ആഫിയത്തും ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. സ്വർഗത്തിന്റെ സ്ഥലം അവർക്ക് വീതിച്ച് കൊടുക്കണേ മന്നാനേ. ആരെ നമ്മുടെ കുട്ടി ഹാജിന്റെ മകൻ അബ്ദുള്ള കുട്ടി ഹാജി ഖാരിയാണ്, വലിയ ഖാരിയാണ് മൂപ്പർ. അപ്പോ 10,101 ഉറുപ്പിക കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ പേരിൽ റഹ്മാനായ അല്ലാഹ് ഇതിന്റെ സവാബുകൾ അബ്ദുള്ള കുട്ടി ഹാജിന്റെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ അർവാഹികളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഈ സംഭാവന ചെയ്ത അബ്ദുള്ളക്കും മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബങ്ങൾക്ക് സ്വർഗത്തിന്റെ വിശാലമായ സ്ഥലം നൽകണേ മന്നാനേ. അബ്ദുറഹ്മാൻ കുത്തുബി നഗർ 2 സ്ക്വയർ ഫീറ്റ്. എച്ച് മുഹമ്മദ് 1 സ്ക്വയർ ഫീറ്റ്. അഷ്റഫ് എസ് 1 സ്ക്വയർ ഫീറ്റ്. സിദ്ദീഖ് എസ് ബി 5 സ്ക്വയർ ഫീറ്റ്. മുഹമ്മദ് അഷ്റഫ് കൽപ്പറ്റ 5 സ്ക്വയർ ഫീറ്റ്. യൂസുഫ് ഉംറാണ് 5 സ്ക്വയർ ഫീറ്റ്. ഉടച്ചവനെ പറയപ്പെട്ട ആളുകാരുടെ ഈ സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കും അവരുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കള്, കുടുംബങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൽ മനോഹരമായി ഇരിപ്പിടം നൽകണേ അല്ലാഹ്.
അവരുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് കൊടുക്കണേ അല്ല. അക്ബർ ചൂരി 5 സ്ക്വയർ ഫീറ്റ് മരിച്ചുപോയ പഠിച്ചവനെ അവരുടെ റോഹകളിലേക്ക് ഇതിന്റെ തവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ല. മഗ്ഫിറത്തും റഹമത്തും നൽകണേ അല്ല. സിദ്ദീഖ് കുമ്പള 2 സ്ക്വയർ ഫീറ്റ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ല. സ്വർഗത്തിന്റെ വിശാലമായ സർമദ്യത്തിനും കുടുംബങ്ങൾക്ക് നൽകണേ അല്ല. ഉണ്ടാരെങ്കിലും പറഞ്ഞിരി, നാളെ നിങ്ങൾ കിട്ടില്ല, ഇപ്പൊ കിട്ടിയെങ്കിൽ ആയിപ്പോയി. എത്ര ആണെങ്കിലും അത് 1/2 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഒരു പ്രശ്നമല്ല. അവനവന് കഴിയുന്നതല്ലേ സാധിക്കുന്നത്. എന്താ അല്ലേ? മുനീറിന്റെ മകൻ 5 സ്ക്വയർ ഫീറ്റ്. അവനെ സ്വീകരിക്കണയല്ല. കെടാവിനെ ദീനിന്റെ ഖാദിമ്യങ്ങളിൽ പെടുത്തണയല്ല. പടച്ചവനാ മുനീറിനും കുടുംബങ്ങൾക്ക് പുണ്യരബിന്റെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണയല്ല. സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് എഴുതി തന്നതുണ്ട്. റയ്ഹാൻ ഉണ്ട്, അതിപ്പോ തരും. ഇതാ പെണ്ണുങ്ങളെ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഉഷാറാക്കണം. എന്തോ നമുക്കിപ്പോ ഒന്നും അങ്ങനെ പറയാൻ കഴിയില്ല. ഒരേ കൊടുക്കാനുള്ളൊരു ഭാഗ്യം, ഹല്ല്, അത് പ്രത്യേകമാണ്. അത് എല്ലാവർക്കും ഇല്ല, അള്ളാഹു നൽകുന്ന വലിയ ഒരു തൗഫീഖാണ്. അഷ്റഫ് നീമ മൈമൂനഗർ 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ, കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ അർവാഹുകളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ല. ഒരാൾ 1 സ്ക്വയർ ഫീറ്റ് 1500. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് നിന്റെ സ്വർഗത്തിൽ നിന്ന് വിശാലമായ സ്ഥലം നീ വീതിച്ച് കൊടുക്കണേ അല്ല. പേര് പറയാത്ത ഒരാള് 2, എനിക്ക് പേരറിയുമല്ലേ, ആടെ എഴുതി വെച്ചേരി. പഠിച്ച റബ്ബേ അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് സ്വർഗത്തിന്റെ വിശാലമായ സ്ഥലം നീ വീതിച്ച് കൊടുക്കണേ അല്ലാ. സന്തോഷത്തിന്റെ ജീവിതം നൽകണേ അല്ലാ. ഒരാള് 2 സ്ക്വയർ ഫീറ്റ് പൈസ തന്നിട്ടുണ്ട്. റബ്ബേ ആരാണെന്ന് നിനക്കറിയാം. നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാ. പറഞ്ഞിരി. ബാക്കിലുള്ള കുറച്ച് ആൾക്കാർ മടിക്കണ്ട. നിങ്ങൾക്ക് കഴിയുന്നത് 1 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 10 ആള് ഓരോരോ സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ 10 സ്ക്വയർ ഫീറ്റ് ആയല്ലോ. വരും ഇടയ്ക്കല്ല ആള് പോയി നീ ചോദിക്കാൻ വേണ്ടി. മാഷാ ഇങ്ങോട്ട് വരും. ദിർപ്പയിൽ പഠിക്കുന്ന അഫ്രാസ് 1 സ്ക്വയർ ഫീറ്റ്. പഠിച്ചവനെ ആ കിടാവിന് നീ വലിയൊരു ആലിമാക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ലാ.
അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് വിശാലമായ സ്ഥലം നീ വീതിച്ചു കൊടുക്കണേ അല്ല. സിംസാറുൽ ഹുദവി ഉസ്താദ് പൈസ തന്നിട്ടായി. നമ്മുടെ മുഹമ്മദ് മക്ക 5 സ്ക്വയർ ഫീറ്റ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ല. സന്തോഷത്തിലാക്കണേ അല്ല, റാഹത്തിലാക്കണേ അല്ല, സ്വർഗത്തിന്റെ സ്ഥലം വീതിച്ചു കൊടുക്കണേ അല്ല. ഹലോ, ബാദഷാ ബംബ്രാണ എന്നൊരു സഹോദരൻ മരണപ്പെട്ട ഉപ്പാന്റെ പേരിൽ 1 സ്ക്വയർ ഫീറ്റ്, ഒരു സ്ത്രീ 1 സ്ക്വയർ ഫീറ്റ്, പിന്നെ ഒരു സ്ത്രീ മരിച്ചുപോയ മാതാപിതാക്കൾ, ഭർത്താവ് എന്നിവർക്ക് വേണ്ടി 5 സ്ക്വയർ ഫീറ്റ്, ഹിഫ്ദിൽ പഠിക്കുന്ന മിഥിലാജ് മായിപ്പാടിയുടെ ഉമ്മ 1 സ്ക്വയർ ഫീറ്റ്, ഷീ ക്യാമ്പസിലെ D2 ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ 1 സ്ക്വയർ ഫീറ്റ്, ഒരു വിദ്യാർത്ഥിനി കർണാടകയിൽ നിന്നുള്ള വിദ്യാർത്ഥി 2 സ്ക്വയർ ഫീറ്റ്, നായ്മാർ മൂലത്തെ ഒരു സ്ത്രീ മക്കളെ ഹാഫിലിങ്ങളാവാൻ വേണ്ടി 5 സ്ക്വയർ ഫീറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആട് ബാക്കിയുണ്ട കഴിഞ്ഞ കൊല്ലം ഏതിച്ചോറല് കൊല്ലം തന്നല്ലേ. അല്ല തിച്ചിങ്ക വരുന്ന കൊല്ലം നിങ്ങൾ എന്നെ തന്നിരിപ്പിന് ആടെന്ന് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. നിങ്ങൾ എന്നെ തന്നാൽ അല്ലെന്തോ കുറച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതിച്ച് തന്ന് അല്ല അടുത്ത കൊല്ലം നിങ്ങളൊന്ന് തരാൻ നിയത്താക്കി ആ തന്ന ആൾക്കാർ തന്നെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ധാരാളം സമ്പത്ത് നൽകട്ടെ. ഒരുപാട് ആൾക്കാരുടെ പേര് മൂസ നിസാമി അവിടെ വായിച്ചു. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണല്ല, ദോഷികളാണല്ല. ദോഷങ്ങൾ ചെയ്ത കരങ്ങളെ ഉയർത്തി നിന്നോട് ചോദിക്കാനാം തരപ്പെട്ടവരല്ല എങ്കിലും നീ റഹ്മാനാണല്ല, റഹീമാണല്ല, ഗഫൂറാണല്ല, ഗഫാറാണല്ല, ലത്തീഫാണല്ല, റഊഫാണല്ല, വദൂദാണല്ല, ദുൽ ജലാലി വൽ ഇക്റാമാണല്ല. ഉത്തരം ചെയ്യാൻ തരപ്പെട്ടവനാണ് റബ്ബേ. നീ നമ്മുടെ ദുആ ഖബൂൽ ചെയ്യണേ അല്ല. ഒരുപാട് ആളുകാർ 5 സ്ക്വയർ ഫീറ്റും 1ഉം 2ഉം ഈ നിരക്ക് ഇവിടെ പലരുടെയും പേരുകൾ വായിക്കപ്പെട്ടു റബ്ബേ. അവരുടെ സദുദ്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ല. പടച്ചവനെ, അവർക്ക് നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി അവർക്കും അവരുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്ക് നൽകണയല്ല. മരണപ്പെട്ടവരുടെ പേരിൽ പലരും അതിൽ തന്നിട്ടുണ്ട്. അവരുടെ ഖബറടങ്ങള് ഈ സ്വർഗഭവനമാക്കണയല്ല. റഷീദ് കോട്ട 5 സ്ക്വയർ ഫീറ്റ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ റഷീദിനും മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. പടച്ചവനെ, കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആരിഫ് 2 സ്ക്വയർ ഫീറ്റ്, ഇർഷാദ് 2 സ്ക്വയർ ഫീറ്റ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ സ്വർഗത്തിൽ നിന്നുള്ള വിശാലമായ സ്ഥലം അവർക്ക് നീ നൽകണേ റബ്ബേ. റഷീദ് കോട്ട 5,000 രൂപ അയച്ചിട്ടുണ്ട്. റബ്ബേ നീ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല, സന്തോഷത്തിലാക്കണേ അല്ല. മൂസ നിസാമി സാദി 5 സ്ക്വയർ ഫീറ്റ്. 2 പറഞ്ഞിട്ട് 2 സ്ക്വയർ ഫീറ്റ്. ഉപ്പുമ്മാക്ക് ആഫ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി അല്ലേ, അത് വലിയ സംഗതിയാണ്. പടച്ചവനെ, മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യം നൽകണയല്ല, ദീർഘായുസ് നൽകണയല്ല, സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണയല്ല. നമ്മിൽ എത്രയോ പേര് മാരകമായ രോഗം പിടികൂടി രോഗശമനത്തിന് വേണ്ടി കയ്യിലുള്ള മുതലുകൾ ചെലവഴിച്ച് വീടും പറമ്പും വിറ്റ് സർവ്വ ഹോസ്പിറ്റലുകളിൽ ഇറങ്ങിക്കയറി നിന്നിട്ടും ഒരു ശമനം ലഭിക്കാതെ വിഷമത്തിലുള്ള പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, നമ്മുടെ നാട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ശമനം നൽകണേ അല്ല. ഇതുപോലത്തെ സദഖകളുടെ ബറക്കത്ത് കൊണ്ട് ശമനം നൽകണേ അല്ല.
പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ദുആ ഏറ്റവും വലുതാണ് സദസ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ദുആ ഏറ്റവും പ്രധാനമാണ്. വലമകുൻ ബിദുആഇക റബ്ബി ശഖിയ. എന്നോട് ദുആ എന്നിട്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല റബ്ബേ എന്നാണ് സക്കരിയ നബി പറഞ്ഞത്. ദുആയാണ് ഏറ്റവും പ്രധാനം ദുആ. ആ ദുആക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തണം. ഇന്നൊരു രാത്രി എപ്പോഴെങ്കിലും അല്ലേ ഒരു ജീവിതത്തിൽ, ഒരാഴ്ചയിൽ, ഒരു കൊല്ലത്തിൽ ഇങ്ങനെ ഉറക്കമൊഴിയുന്നത്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി ഉറക്കം ഒഴിഞ്ഞ കണ്ണുകൾ, ആ കണ്ണുകളെ നരകത്തിന്റെ അഗ്നി സ്പർശിക്കുകയില്ല എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓൺലൈനിൽ 2 സ്ക്വയർ ഫീറ്റാ, 2 ആൾ എഴുതിച്ചിട്ട്. റബ്ബേ, അവർ ഇവിടെയില്ല എങ്കിലും ലൈവ് കണ്ടിട്ടാണ് അവർ എഴുതിച്ചത്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ല, അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ല. സ്വർഗത്തിൽ ഉന്നതമായ പദവിയും അവർക്കും അവരുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്ക് നൽകണേ അല്ല. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. മൂസ നിസാമിന്റെ കെയർ ഓഫിൽ 2 സ്ത്രീകൾ ഓരോരു സ്ക്വയർ ഫീറ്റ്. റബ്ബേ, ആ 2 സ്ത്രീകളും ആരാണെന്ന് നിനക്കറിയാം റബ്ബേ. നാളെ ഖദീജ ഉമ്മയോടുകൂടെ, ആയിഷ ഉമ്മയോടുകൂടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടുകൂടെ, ആസിയ ബീവി, മറിയമ ബീവിയോടുകൂടെ നാളെ സ്വർഗത്തിൽ ഇരിക്കാൻ കൂടാൻ അവർക്കും അവരുടെ കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ദീന് നിലനിൽക്കണം. ഇത് എനിക്ക് എടുത്ത് നമ്മുടെ ഉസ്താദന്മാർക്ക്, കമ്മിറ്റിക്കാർക്ക് ഒന്നല്ല. ഇത് നമുക്ക് നമ്മുടെ ദീന് നിലനിൽക്കണം. ഓരോരുത്തരും കരുതണം, ഇത് എൻ്റെ സ്ഥാപനമാണ്, എൻ്റെ കോളേജാണ്, എൻ്റേതാണെന്ന് കരുതണം. ഇത് നമ്മുടേത് എന്നല്ല, നിങ്ങളെ കൂടെ, നമ്മുടെ എല്ലാവരുടെയും. അബ്ദുൽ കരീം മരിച്ച ഉപ്പുമാക്ക് ദ്വാരക്കാൻ 1 സ്ക്വയർ ഫീറ്റ്. പടച്ചവനെ, ഉമ്മുപ്പാര റൂഹുകളിലേക്ക് ഇതിന്റെ സവാബനെ എത്തിച്ചു കൊടുക്കണേ അല്ല. സ്വർഗത്തിൽ അവർക്കും ആ സംഭാവന ചെയ്ത മകനിക്കും കുടുംബങ്ങൾക്ക് ഉന്നതമായ പദവി നൽകണേ അല്ല. രണ്ട് വിദ്യാർത്ഥിനികൾ 1 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ സി ക്യാമ്പസിലെ D1 എന്ന ക്ലാസ്സിലെ കുട്ടികൾ 7 സ്ക്വയർ ഫീറ്റും, S1 എന്ന ക്ലാസ്സിലെ പെൺകുട്ടികൾ 2 സ്ക്വയർ ഫീറ്റും, വീടുണ്ടാവാനും മക്കൾ സ്വാലിയാവാനും വേണ്ടി മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സ്ത്രീ 1 സ്ക്വയർ ഫീറ്റും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സയദ് എന്ന കുട്ടിയുടെ മാമ 1 സ്ക്വയർ ഫീറ്റും ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാഫി പണ്ട് എവിടെ വേലുണ്ടെങ്കിലും ഞങ്ങള് സിംസാർ അൽ ഹഖുദവി, ഞാൻ പണ്ട് മൂപ്പര് പഠിക്കുന്ന കാലത്ത് ബംബ്രാണയിൽ 2 ദിവസം വേല പറഞ്ഞിട്ടുണ്ട്. അന്ന് ഷാഫി കൂടെ തന്നെ ഉണ്ടാവും. ആ 1 സ്ക്വയർ ഫീറ്റ്. പഠിച്ചവനെ, ആ ഷാഫിന്റെ കുടുംബത്തിൽ മരണപ്പെട്ടവരോട് റൂഹുകളിലേക്ക് ഇതിന്റെ തവാബനെ എത്തിച്ചു കൊടുക്കണേ അല്ല. ഷാഫിക്കും കുടുംബങ്ങൾക്ക് ആഫിയത്തും ആയിരാരോഗ്യം നൽകണേ അല്ല. ഒരു അമീൻ എന്നറിയുന്ന കിടാവല്ലേ, പഠിച്ചവനാമീൻ എന്ന കുട്ടിയോടെ ആ കുട്ടീനെ നീ നല്ലൊരു കുട്ടിയായി നീ സ്വീകരിക്കണേ റബ്ബേ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. കിടാവിനിക്കും കുടുംബങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള വിശാലമായ നല്ല സ്ഥലം നീ വീതിച്ച് കൊടുക്കണേ അല്ലാ. കിട്ടുന്നില്ല. ഇതാ ഒരു 10 സ്ക്വയർ ഫീറ്റ് നമ്മുടെ അബ്ദുൽ ബഷീർ പരിചയപ്പെട്ടയാളെ. അബ്ദുൽ ബഷീർ ഞങ്ങളെ കുഞ്ഞുസ്താദ്, ഞങ്ങൾ ജനറൽ സെക്രട്ടറി, അയാളെ പെങ്ങളും മോനാണ്. പിന്നെ എൻ്റെ മകളുടെ ഭർത്താവും കൂടിയാണ്. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിനും
അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ഭാര്യ, കുടുംബങ്ങൾക്ക്, സഹോദര സഹോദരിമാർക്ക് നീ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ല. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് കൊടുക്കണേ അല്ല. കുടുംബജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ല. സ്വർഗത്തിൽ നിന്നുള്ള വിശാലമായ സ്ഥലം അവർക്ക് വീതിച്ചു കൊടുക്കണേ അല്ല. കഴിഞ്ഞ ദ്വാരക്കല്ലേ, ഇനി നിങ്ങളല്ലേ ഞങ്ങളോട് വന്നിട്ട് സ്ഥാപനത്തിൽ പറഞ്ഞാലും മതി ഇത്ര സ്ക്വയർ ഫീറ്റ് നമ്മുടേത്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴെന്നെ പറയണമെന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞിൽ നിങ്ങൾ കുടുംബത്തിൽ ചില സമ്പന്നരുണ്ടാകും, നിങ്ങൾ നാട്ടിലുണ്ടാകും, ഗൾഫിലുണ്ടാകും. അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു 5-5 സ്ക്വയർ ഫീറ്റ് 2 പോരും നിങ്ങളങ്ങനെ ചെയ്യിപ്പിക്കും. അത് വലിയൊരു സേവനാണ്. നിങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നത് വലിയ കൂലി ഉണ്ടാകും ഉറപ്പിൻ്റെ ആയിരിക്കും. അത് നീ തന്നല്ലേ പാട്ട് ഒരു സ്ക്വയർ ഭർത്താവിന് കാല് സുഖമാവാൻ വേണ്ടി ഒരു സ്ത്രീ 1 സ്ക്വയർ ഫീറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്നെ അറിയിക്കുക. വളരെ വൈകിയിട്ടുണ്ട്. നമുക്കൊന്ന് ഉസ്താദ് എല്ലാവർക്കും വേണ്ടി പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയണം. ആരും തബറുക്ക് വാങ്ങാതെ പോകരുത്. എല്ലാവർക്കും ഉള്ള തബറുക്കുണ്ട്. പുറത്തപ്പുറം നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് കയറി വന്ന് ദുആ കഴിയുന്നവരെ ഇരിക്കണമെന്ന് ഓർത്തു. അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ 1 സ്ക്വയർ ഫീറ്റ് കൂടി ഇവിടെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. D2 ക്ലാസ്സിലെ ബോയ്സ് 1 സ്ക്വയർ ഫീറ്റ് കൂടി തരാമെന്ന്. സമയം വൈകിപ്പോയതിൽ ക്ഷമിക്കണം. ഉസ്താദ് പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു പരിപാടിയാണ്. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് 10 മണിക്ക് നമ്മൾ ഇത്തിസാലും കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയ സമയത്തിനുള്ള ഉസ്താദ് അവസാനിപ്പിക്കും. സീരണി വാങ്ങാതെ ആരും പോകരുത്. അവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يا من بفضله نسألك إلهنا العجل 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 الإجابة 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 يا من نجاب نوحا في قومه ويا من نصر إبراهيم على أعدائه ويا من رد يوسف على يعقوب ويا من كشف ضر أيوب ويا من نجاب دعوة زكريا ويا من قبل تسبيح يونس بن متى. نسألك اللهم بأسرار أصحاب هذه الدعوات المستجابات أن تتقبل ما به دعوناك وأن تعطينا ما سألناك وأنجز لنا وعدك الذي وعدته لعبادك الصالحين المؤمنين. لا إله إلا أنت سبحانك إني كنت من الظالمين. ولا حول ولا قوة إلا بالله العلي العظيم. فاستجب دعاءنا يا الله، فاستجب دعاءنا يا الله، فاستجب دعاءنا يا الله. ونجنا ونجي المسلمين من كل علة وقلة وذلة ووصب ونصب وتعب وسحر وعين وبرس وجذام وجدري وسرطان وسيء الأسقام. أرحم الراحمين يا الله. വെള്ളിപ്പാട് ഉസ്മാനി എന്ന ഒരാളുടെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട്. കിഡ്നിയിൽ കല്ലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ്തുവിനെ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. റബ്ബേ, ആ ഉമ്മയുടെ ആ കല്ല് നീ ഒരു പ്രയാസമില്ലാതെ നീക്കി കളയണേ അല്ലാ. ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹു ഇവിടെ സംഭാവന ചെയ്ത ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങളെ നീ സഫലീകരിക്കണേ അല്ലാ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഓരോ സ്ക്വയർ ഫീറ്റും 2 ഇങ്ങനെ അവർ ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാ. വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അനുയോജ്യമായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ, കുടുംബങ്ങൾ, സഹോദര സഹോദരിമാർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഇവിടെ താമസിക്കുന്ന ഈ നാട്ടിൽ താമസിക്കുന്നവർ, ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, യുവാക്കളെ, യുവതികളെ, കുട്ടികൾ, വയസ്സന്മാർ, ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് പുറമേ പോയി താമസിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ,
എല്ലാവർക്കും നീ ആഫിയത്തും ആയുരാരോഗ്യവും ദീർഘായുസും സന്തോഷം റാഹത്തും ഇസ്സത്തും അഭിമാനം ദൗലത്തും നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്നിട്ട് നമ്മി മോരെയും കാത്ത് സലാമത്തിലാക്കണേ അല്ലാ. ഈ സംഭാവനകൾ ചെയ്തവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് സംഭാവന ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവരുടെ നീയത്തിനനുസരിച്ച് നീ പ്രതിഫലം നൽകണേ അല്ലാ. അവർക്ക് നീ ഹലാലായ മുതൽ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളെ വീട്ടാനുള്ള മുതൽ നൽകണേ അല്ലാ. ഗർഭിണികളായി ഒരുപാട് സ്ത്രീകൾ ഇവിടെ വന്നതിൽ ഉണ്ടാകാൻ നമ്മുടെ കുടുംബത്തിലുണ്ട് റബ്ബേ, നീ അവർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കല്യാണം കഴിച്ചിട്ട് കുറെ കൊല്ലങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നീ അത് തീർത്തു കൊടുക്കണേ അല്ലാ. ആ തടസ്സങ്ങളെ നീ നീക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കൾ അവർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അന്തസ്സോടുകൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകണേ അല്ല, നിലനിർത്തി തരണേ അല്ല. ഉഖറവിയായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് സമുദായത്തിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകണേ അല്ല. എൻ്റെ ശരീക്ക് കോട്ടോസ്താദിന്റെ മരുമകൻ ഉമർ മുസ്ലിയാർ സുഖമില്ലാതെ 2 കൊല്ലമായി സ്ട്രോക്ക് സംഭവിച്ച് വിഷമത്തിലാണ് റബ്ബേ. ആഫിയത്തും ആയുരാരോഗ്യം നൽകണേ അല്ലാ, സുഖപ്പെടുത്തണേ അല്ലാ. പിന്നെ വേറെ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിച്ചത് നമ്മുടെ ഹൈത്തം ഉസ്താദ് പറഞ്ഞു. പടച്ചവനെ ആ രോഗം നീ ശിഫയാക്കണേ അല്ല. പ്രത്യേകിച്ചും ഒരാളൊരു 10 ലക്ഷം ഉറുപ്പിക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് റബ്ബേ. പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലോ. 10 ലക്ഷത്തിന് പകരമായിട്ട് റബ്ബേ നിന്റെ സ്വർഗത്തിൽ നിന്ന് കണക്കില്ലാത്ത നിഅമത്തുകൾ അദ്ദേഹത്തിന് നൽകണേ അല്ല. പടച്ചവനെ അദ്ദേഹത്തിനും ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ല. കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ ഖബറുകളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ല. പടച്ചവനെ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട് ബീഡി തിരക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മെ പഠിപ്പിച്ച് നമ്മുടെ മാതാപിതാക്കൾ പടച്ചവനെ ഞങ്ങൾ കുറച്ചും നിയമത്തിലാകുമ്പോൾ അവർക്കത് കാണാനില്ല. കഷ്ടത്തിലായി, അധ്വാനത്തിലായി, വിഷമത്തിലായി നമ്മെ പഠിപ്പിച്ചു. അവരുടെ ഖബറടങ്ങൾ മരിച്ചു പോയ മാതാപിതാക്കളുടെ ഖബറുകൾ നീ സ്വർഗഭവനമാക്കണേ. മഗ്ഫിറത്തും റഹ്മത്തും